ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ വെറും 2 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും. നമ്മളിതിവിടെ ക്രഷ്ഡ് ചില്ലി ഇതുപോലെയുള്ള മുളക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മുഴുവനുള്ള മുളക് വറുത്ത് പൊടിച്ച് ചെയ്യാം, അല്ലെങ്കിൽ മുളക് പൊടി വെച്ച് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഈ ക്രഷ്ഡ് ചില്ലിയാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട. ഉള്ളി ചെറുതായിട്ട് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് പുളി. ഇത് നമ്മുടെ വാളംപുളിയാണ്. ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ ഞാനിങ്ങനെ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത്രയും സാധനങ്ങളും കൊണ്ട് വെറും 2 മിനിറ്റിൽ ചോറ് വിളമ്പി വയ്ക്കുന്ന നേരം കൊണ്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇതിന്, പക്ഷേ അതിവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാനിത് ഈ സവാള ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്തു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിതേ നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന പുളിവെള്ളം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചാൽ അടിപൊളിയായിട്ടുള്ള ചമ്മന്തി റെഡിയാവും. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഞാനിതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതെന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് വെറും 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാൻ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് വെളിച്ചെണ്ണയാണ്. ഞാനത് ചേർത്തത് കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കഞ്ഞിയുടെ കൂടെ, നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ വേറെ ഒരു കറിയില്ലെങ്കിൽ ഇത് മാത്രം മതിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പം മറ്റൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.